മക്കളെ പരാതിയാണ്, ഉമ്മച്ചി വെക്കണ മന്തിക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മന്തിയുടെ ടേസ്റ്റ് ഇല്ലയെന്ന്. ഈ പരാതി കേട്ട് 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 മടുത്തു. അതുകൊണ്ട് ഞാനിവിടെ ഒരു അടിപൊളി മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മന്തി ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റോക്കോ ഒരുപാട് മസാലകളൊന്നും വേണ്ട. ചിക്കൻ സ്റ്റോക്കിന് പകരം ഞാനിവിടെ ചിക്കൻ വേവിച്ച വെള്ളത്തിലാണ് ഈ മന്തി ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്നെടുത്ത് മാറ്റാം. ഇനി നമുക്കൊരല്പം മസാല റെഡിയാക്കണം ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് ഒരല്പം വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും ഒരല്പം ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാനിവിടെ ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. ബേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പാൻ വെച്ചിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ബേക്ക് ചെയ്യുന്ന ടൈമോട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 സ്പൂൺ മല്ലിയും 1/2 സ്പൂൺ ചെറുജീരകവും ഏലക്കായും പട്ടയും കരയാമ്പും പിന്നെ ഒരല്പം കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാളയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഒരുപാട് നേരം തൊട്ട് വഴറ്റിയെടുക്കണ്ട. ഇനി ഇതിലേക്ക് ഡ്രൈ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ റൈസിന് നമുക്കൊരു ചെറിയൊരു പുളിയൊക്കെ കിട്ടുന്നുണ്ടാ. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം അടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ ചോറ് കുഴഞ്ഞു പോവും. ഇതിലേക്ക് ഒരല്പം മന്തി മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം ലെമൺ ജ്യൂസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ അരിനെ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കുതിരും. അതിന് ശേഷം നമ്മൾ റൈസ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ റൈസിന്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇത് കുക്ക് ചെയ്യുന്നത് റൈസ് കുക്കറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് റൈസ് കുക്കറിലാണെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിൽ കുക്ക് ചെയ്യാം കേട്ടോ. അതിനൊന്നൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല സെറ്റായി വന്നിട്ടുണ്ട് മന്തി. അതുമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഒരു റൈസ് തൊടാത്ത രീതിയിലാണ് റൈസ് ഉള്ളത്. അതുപോലെ ചിക്കനും നല്ല ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുള്ള മന്തിയാണ്.